ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സൂചന ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് മൊമെൻറ്റം എന്നിവയാണ് മാർക്കറ്റിൻ്റെ റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസിൽ നിഫ്റ്റി 4.2% നേട്ടം കൈവരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വീക്കിലി പെർഫോമൻസാണ് ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. വീക്കിലി ബേസിസിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 7.7%, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 8.6% ഉയർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 2% ഉയർന്നപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1.14% ഉയർന്നു. US ഫെഡ് ഈ വർഷം തന്നെ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേറ്റും മാർക്കറ്റിൻ്റെ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ സെക്ടോറിയൽ ഇൻഡിസസുകളുടെ പെർഫോമൻസ് നോക്കിയാൽ നിഫ്റ്റി ബാങ്ക് 5.27%, ഫിനാൻഷ്യൽ സർവീസ് 5.49% ഉയർന്നിട്ടുണ്ട്. ഇൻഡെക്സിൽ തന്നെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സെക്ടർ ആയതുകൊണ്ട് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ വന്ന ബൈയിങ് മൊമെൻറ്റം ഇൻഡെക്സിനെ തന്നെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ FISൻ്റെ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞതോടുകൂടി ക്യാഷ് ആൻഡ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലും നമ്മൾക്ക് സ്ഥിരത കാണാൻ സാധിച്ചു. ഡോളർ ഇൻഡെക്സ് ഇടിയുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂല സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യ-ഉക്രൈൻ സംഘർഷത്തിൻ്റെ തീവ്രത കുറയുന്നതിന് വേണ്ടി അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പോസിറ്റീവാക്കുന്നു. ഇനി വരും സമയങ്ങളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 20-day 50-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചുകളെ മറികടന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വീക്കിലി ബേസിസിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഡെയിലി ബേസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബേസ് ഫോർമേഷനും അതിനുശേഷം ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും ആരംഭിച്ചു കഴിഞ്ഞു. 23,100 അല്ലെങ്കിൽ 50-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരിക്കും ഇനി മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 23,500, 23,700 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും. 23,700 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത റേഞ്ച് 23,800 മുതൽ 24,400 വരെയുള്ള റേഞ്ചാണ്. അതേസമയം ഈ റേഞ്ചിന് മുമ്പേ തന്നെ 23,400-നടുത്ത് റെസിസ്റ്റൻസ് ലെവൽ വളരെ കൂടുതലാണ്. കാരണം അവിടെ 100-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ പ്രധാന മൂവിംഗ് ആവറേജ് റെസിസ്റ്റൻസുകളുണ്ട്. അതുകൊണ്ട് 23,400-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് 23,800 മുതൽ 23,100 വരെയുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 22,750, 22,300 തുടങ്ങിയ റേഞ്ചുകളാണ് 22,750, 23,000 തുടങ്ങിയ റേഞ്ചുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ ഒരു ഇടിവ് വരികയാണെങ്കിൽ ഈ റേഞ്ചിനടുത്ത്, അതായത് 50-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തും 55-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചായ 23,050 അടുത്തും സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി 23,050 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ മാത്രമേ 22,700-ലേക്ക് മാർക്കറ്റ് ഇടിയാനുള്ള ഏതെങ്കിലും സാധ്യതയുള്ളൂ. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് പരിഗണിക്കാവുന്ന NBFC സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ശ്രീറാം ഫിനാൻസ് 676 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.6, ഡിവിഡൻഡ് ഈൽഡ് 1% മുകളിലും. ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്, ശ്രീറാം ഫിനാൻസ് എന്ന കമ്പനി ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു അപ്ഡേറ്റാണ്. വരുന്ന 5 വർഷത്തിനുള്ളിൽ ഓർഗനൈസ്ഡ് ഗോൾഡ് ലോൺ സെക്ടറിലെ മാർക്കറ്റ് ഷെയറിൽ ഇരട്ടി വളർച്ച വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കമ്പനി അതിൻ്റെ കൂടുതൽ ശാഖകളിൽ ഗോൾഡ് ലോൺ ബിസിനസ് അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ 3ാമത്തെ ക്വാർട്ടറിൽ ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡിൻ്റെ തമിഴ്നാട്ടിലെ പല ബ്രാഞ്ചുകളിലും ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഗണ്യമായ വളർച്ച വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ബ്രാഞ്ചുകളിലേക്ക് ഗോൾഡ് ലോൺ ബിസിനസ് വ്യാപിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ മികച്ച റിക്കവറിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് ആവശ്യമായ ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുകയും ചെയ്യും.
പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 676 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 700 ഒരു പ്രധാന റെസിസ്റ്റൻസ്. 700 മുകളിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രേക്കൗട്ട് വന്നാൽ 30% അപ്സൈഡിൽ 896 900 വരെയുള്ള ടാർഗറ്റ് വേണം ശ്രീരാം ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. ആക്സിസ് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളും 700 മുകളിലുള്ള ടാർഗറ്റ് ശ്രീരാം ഫിനാൻസിന് നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്